ഗവർണറായി ചുമതലയേറ്റതിന് പിന്നാലെ CV ആനന്ദബോസും മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിൽ കൊണ്ടും കൊടുത്തുമാണ് ബംഗാളിൽ മുന്നോട്ടു പോയത്. ലോക്ഭവനിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് മമത ആരോപിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തുകയുണ്ടായി. ജനസമ്പർക്ക പരിപാടിയുമായി ബംഗാളിലെ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിയ ആനന്ദബോസിന്റേത് ഗവർണർമാരുടെ ചരിത്രത്തിലെ തന്നെ അപൂർവയേടായിരുന്നു. സർവകലാശാല VC നിയമനം, അഴിമതി ആരോപണങ്ങൾ, ബില്ലുകൾ തടഞ്ഞുവെക്കൽ, സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിലെ പോരായ്മ ചൂണ്ടിക്കാട്ടൽ. കൊണ്ടും കൊടുത്തും മമതയുമായി കലഹിച്ചുമായിരുന്നു കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ ഗവർണർ ആനന്ദബോസിന്റെ ബംഗാൾ ജീവിതം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഇടക്കാല വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തെ സർക്കാർ ശക്തമായി എതിർത്തതായിരുന്നു ആദ്യത്തെ വിഷയം. പിന്നീട് കേസ് സുപ്രീം കോടതിയിലെത്തി. ലോക്ഭവനിലെ താൽക്കാലിക ജീവനക്കാരി CV ആനന്ദബോസിനെതിരെ ഉന്നയിച്ച ലൈംഗികാതിക്രമ പരാതി വലിയ വിവാദമായി. ലോക്ഭവനിൽ പോകാൻ സ്ത്രീകൾ ഭയപ്പെടുന്നുവെന്ന് മമത പ്രസ്താവനയിറക്കിയതോടെ മുഖ്യമന്ത്രി ഗവർണർ കലഹം കോടതി കയറി. പിന്നാലെ ആനന്ദബോസ് മമതയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. സംസ്ഥാനത്ത് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളിൽ മമത അനാവശ്യ ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണവുമായി ആനന്ദബോസ് രംഗത്തെത്തി. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവച്ചതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത വിവാദമുയർന്നത്. നിയമസഭ പാസാക്കിയ 8 ബില്ലുകളാണ് ഗവർണർ അംഗീകാരം നൽകാതെ തിരിച്ചയച്ചത്. ഇതും ലോക്ഭവനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കി. ആർച്ചിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ച ചൂണ്ടിക്കാട്ടി ആനന്ദബോസ് രംഗത്തെത്തിയതും ഗവർണർ സർക്കാർ പോര് രൂക്ഷമാക്കി. കഴിഞ്ഞ വർഷം തനിക്ക് വധഭീഷണി ലഭിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആനന്ദബോസ് ഉന്നയിച്ച ആരോപണവും ലോക്ഭവനിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന മമതയുടെ പ്രത്യാരോപണവുമടക്കം ബംഗാൾ രാഷ്ട്രീയം കലുഷിതമായ ഘട്ടത്തിലാണ് രാജിവെച്ച് ആനന്ദബോസ് കൊൽക്കത്ത ലോക്ഭവന്റെ പടിയിറങ്ങുന്നത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.